മൃതദേഹവുമായി കാറിലാണ് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്തായ യുവാവിനെ തേടി ശില്പ ശനിയാഴ്ച രാവിലെ 9:30 ഷൊർണൂരിലെത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ക്ഷതങ്ങളില്ലെങ്കിലും മരണം ശ്വാസം മുട്ടിയാണെന്ന ആന്തരിക അവയവ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിത്തിരിവായത്. ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലായിരുന്നു കൊലപാതകമെന്നാണ് ശില്പിയുടെ മൊഴിയെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഓരോ സ്ത്രീകളും കൊല്ലുന്ന ഈ ഒരു വാർത്ത, ഇതുപോലെയുള്ള വാർത്തകൾ ഇത് എത്രാമത്തെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുഞ്ഞിനെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവളുമാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ഇതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ വേണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് തീരുമാനിക്കാൻ കഴിയും ഇന്നത്തെ കാലത്ത്. ഇത് അങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ബക്കറ്റിലിട്ടും ക്ലോസറ്റിലിട്ടും കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ഇതിനൊക്കെ പച്ച മലയാളത്തിൽ കഴപ്പെന്നല്ലാതെ എനിക്ക് വേറെ ഒരു വാക്കും പറയാൻ കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് എത്രാമത്തെ വാർത്തയാണിത്?